കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമ്മൾ 15-ാമത്തെ അധ്യായം ഇന്നലെ നമ്മളെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് 16-ലേക്ക് പ്രവേശിക്കുകയാണ്. 16-ലെ വിഭൂതികളെ പറ്റിയിട്ട് ഭഗവാനെ എങ്ങനെ ധ്യാനിക്കണം എന്നൊക്കെയാണ് ഇതിലിപ്പോൾ ചുരുക്കി ഞാൻ ഒന്ന് പറയാം. എന്താണ് ഇതിൽ പറയണമെന്ന് ഞാൻ പറയാം കേട്ടോ. അതായത് ഉദ്ധവൻ ചോദിക്കും, എന്താണ് ആത്മീയമായിട്ട് അത്രയധികം പുരോഗമിക്കാത്ത സ്പിരിച്വലായിട്ട് അത്ര പുരോഗമിക്കാത്ത സാധകന്മാർക്ക് എപ്പോഴും ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അവർക്ക് പറ്റുമോ? വിഷമല്ലേ, അവർക്ക് സാധ്യമല്ല. അവർക്ക് നിരന്തരം ഭഗവാനെ ധ്യാനിക്കണമെന്ന് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ആത്മീയ പാതയിൽ അങ്ങനെയുള്ളവർക്ക് അത് ചിലപ്പോൾ സാധിക്കില്ല. സ്പിരിച്വൽ പാത്തിൽ അത്ര എത്താത്തവർക്കേ മനസ്സ് ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് മനസ്സ് ഓടിക്കൊണ്ടേയിരിക്കും. നമുക്കൊക്കെ അനുഭവമാണല്ലോ അല്ലേ? മനസ്സ് ഇങ്ങനെയുള്ള വിക്ഷേപം, അതായത് വിക്ഷേപം ചെന്താ അതൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവും. നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാകും ഭഗവാന് മനസ്സുറപ്പിക്കാൻ, പക്ഷെ മനസ്സിങ്ങനെ ഇന്ദ്രിയങ്ങൾ വഴി പോവും. അങ്ങനെയുള്ള ഈ വിക്ഷേപം ത്തിന് ഒരു വഴി കാണുന്നതൊക്കെ ഭഗവാനായിട്ട് കാണാൻ സാധിച്ചാൽ, എല്ലാം ഭഗവാനാണെന്ന് കാണാൻ സാധിച്ചാൽ മനസ്സ് എവിടേക്ക് പോയാലും വിരോധമില്ലല്ലോ. എവിടെ പോയാലും എന്ത് കണ്ടാലും എല്ലാം ഭഗവാനാണെന്ന് വിചാരിക്കാൻ സാധിച്ചാൽ ഈ നമുക്കൊരു മുക്തി ഉണ്ടാവും. എപ്പോഴും വിക്ഷേപത്തിനൊരു നിവൃത്തി നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഈ ബാഹ്യവസ്തുക്കളെ മുഴുവൻ ഭഗവാന്റെ രൂപമായിട്ട് ദർശിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങ്. അപ്പോൾ അതാണ് അങ്ങ് പറഞ്ഞത്. എളുപ്പം എന്നാൽ കാണുന്നതൊക്കെ ഭഗവാൻ സർവം ബ്രഹ്മമായിട്ട് വിചാരിക്കുക. എന്നാൽ പിന്നെ വിഭൂതിയോഗത്തിൻ്റെ ആവശ്യം, അതുകൊണ്ടാണ് വിഭൂതിയോഗം ചോദിക്കണത് ഉദ്ധവനെ. അപ്പോൾ ഈ വിഭൂതികളെ, അതായത് എന്തിലാണ് ഭഗവാനെ, എല്ലാറ്റിലും ഭഗവാനുണ്ട്, പക്ഷേ ഏതേത് രൂപങ്ങളിലാണ്, ഏതേത് വസ്തുക്കളിലാണ് ഭഗവാന്റെ സാന്നിധ്യം കൂടുതലുള്ളതായിട്ട് കണ്ട് ഞങ്ങളൊക്കെ ഭജിക്കാൻ സാധിക്കുക. അതായത് ആ വിഭൂതികളെയൊക്കെ ഒന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ, ഞാൻ ചുരുക്കി പറയാതെ ഈ അധ്യായത്തിൻ്റെ ചുരുക്കട്ടോ. അതായത് അപ്പം ഭഗവാൻ പറഞ്ഞു, ഭാരതയുദ്ധത്തിൻ്റെ ആ സമയത്ത് അർജുനും എന്നോട് ഇതന്നെ ചോദിച്ചു. ഞാൻ അപ്പം അർജുനോട് വിഭൂതിയോഗം ഭഗവത്ഗീതയല്ലേ ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞു. അതന്നെ ഞാൻ അങ്ങോട്ടും പറയാമെന്ന് പറയാണ്. എന്നിട്ടാണ് പറയണത് വിഭൂതി ഭഗവാന്റെ. അതായത് ഞാൻ സർവാന്തര്യാമിയാണ്, ഞാൻ സർവം നിയന്താവാണ്, എല്ലാവരെയും അന്തര്യാമി മാത്രമല്ല, ഞാൻ സർവവ്യാപിയാണ്. ഈ പ്രപഞ്ചകോടിയുടെ മുഴുവൻ ബ്രഹ്മാണ്ടങ്ങളുടെ, നമ്മുടെ ബ്രഹ്മാണ്ടമല്ല, ഈ പ്രപഞ്ചകോടികളുടെ മുഴുവൻ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണം ഞാനാണ്. അതാദ്യം മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ കുറേ എണ്ണത്തിൽ ഇന്നതാണ് പറയും. മന്ത്രങ്ങളിൽ വെച്ച് ഞാൻ പ്രണവാണ്, ദേവർഷികളിൽ വെച്ച് നാരദനാണ്, സിദ്ധന്മാരിൽ വെച്ച് ഞാൻ കപിലനാണ്, അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് പറയും, കുറേ പറയട്ടോ. അത് കഴിഞ്ഞിട്ട് പറയും ഭഗവാൻ, ഏതെല്ലാം ശ്രേഷ്ഠമായ വസ്തുക്കൾ കാണുമോ അതൊക്കെ എൻ്റെ സ്വരൂപമായിട്ട് കണ്ടോളൂ. ഏതെല്ലാം ആൾക്കാർക്ക് എന്തെല്ലാം അസാധാരണമായ കഴിവ് കാണുന്നുവോ അതെല്ലാം എൻ്റെ കഴിവായിട്ട് കാണൂ. അല്ലെങ്കിൽ അവർക്കില്ല, ഞാൻ നൽകുന്നതാണ്. ഇപ്പോൾ കുറേ സാധനങ്ങളിൽ ശ്രേഷ്ഠമായതിനെ മുഴുവൻ എൻ്റെ സ്വരൂപമായിട്ട് കണ്ടോളൂ എന്ന് പറയുകയാണ്. അതാണ് പറഞ്ഞ ദേവർഷിമാരിൽ നാരദനാണ് അല്ലേ, മന്ത്രങ്ങളിൽ പ്രണവാണ്. അതുപോലെ ശ്രേഷ്ഠമായിട്ടുള്ള അതാത് സാധനങ്ങൾ എടുത്താൽ അതിലേതാണ് ശ്രേഷ്ഠമായത് അതൊക്കെ എൻ്റെ സ്വരൂപമാണെന്ന് ധ്യാനിക്കണം. ഇങ്ങനെ സാധന ചെയ്താൽ പതുക്കെ ഈ നല്ലതാണ് ചീത്തയാണ് എന്നുള്ള വിചാരം കൊണ്ടുണ്ടാവുന്ന ആ ഭേദഭാവന ഇല്ലാതെയാവും. ഞാൻ സർവാത്മകനാണ്, സർവവ്യാപിയാണ് എന്നുള്ള ബോധം പതുക്കെ ഉദിക്കും. അങ്ങനെയായാൽ, അതായത് എന്ത് നല്ലത് കണ്ടാലും ഈശ്വര ഭഗവത് സാന്നിധ്യം അങ്ങനെ പറയണം, അങ്ങനെ വിചാരിക്കണം. അപ്പം പിന്നെ നമുക്ക് ഈ വിക്ഷേപം ഇല്ല. കാരണം എവിടെ പോയാലും അത് ഭഗവാന്റെ
ഇതാണ്. നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും എല്ലാം ഭഗവാൻ. അപ്പോൾ ആ വിക്ഷേപം എന്ന് പറയണതുണ്ടല്ലോ, ആ ഡീവിയേഷൻ ഇല്ലാതെയാവും. അപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന ചൈതന്യമുള്ളതും ചൈതന്യമില്ലാത്തതും, നമുക്ക് ചൈതന്യമില്ലാത്തതെന്ന് തോന്നണതും ചൈതന്യമുള്ളതും എല്ലാ ജീവജാലങ്ങളും ജീവനില്ലാത്തെന്ന് നമുക്ക് തോന്നുന്നവയും എല്ലാം ചേതനയായിട്ടും ചേതനമായിട്ടും അചേതനങ്ങളായി ചൈതന്യപൂർണമായിട്ടും അചേതനങ്ങളായും കാണപ്പെടുന്ന സർവവും പരമകാരണമായ ഞാനല്ലാതെ ഒന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് എന്നെ ഭജിക്കൂ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞാൽ ഞാനല്ലാതെ ഒന്നും ഇവിടെ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് അങ്ങനെ ഭജിച്ചാൽ എല്ലാറ്റിലും എന്നെ കണ്ടിങ്ങനെ പോയാൽ ഞാൻ ആ ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപനായ അദ്വിതീയനായിരിക്കുന്ന എന്നിൽ തന്നെ പിന്നെ നിങ്ങളുടെ സർവ്വ ഇന്ദ്രിയങ്ങളും ചെന്ന് പറ്റും. ഞാനല്ലാതെ നിങ്ങൾക്ക് പിന്നെ ഒന്നും ഉണ്ടാവണമെന്ന് തോന്നില്ല. മാത്രമല്ല ഞാനല്ലാതെ സർവം ബ്രഹ്മമയെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും എന്ന് പറയണം. വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ. എങ്കിലും ഓരോ ശ്ലോകമായിട്ട് പോയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്ര നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് 16-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശ സ്കന്ധം 16-ാം അധ്യായം. ഇനി പിന്നെ ഉദ്ധവൻ്റെ ചോദ്യമാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഭഗവാൻ മറുപടി പറയുകയാണല്ലോ. അങ്ങനെയാണല്ലോ. അപ്പോൾ ഉദ്ധവൻ്റെ എനിക്ക് വേണ്ടത് 10ാമത്തെ ചോദ്യമൊറ്റയാണ്. അതുകൊണ്ട് നമ്മൾ 9 ചോദ്യമൊറ്റ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. 30 അധ്യായം 29 വരെ കേട്ടോ. ഉദ്ധവ ഉവാച ത്വം ബ്രഹ്മ പരമം സാക്ഷാദനാദ്യന്തമപാവൃതം സർവേഷാമപി ഭാവാനാം ത്രാണസ്ഥിത്യപ്യയോദ്ഭവഃ. നമുക്കതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നോക്കാം. ത്വം, അങ്ങ് ഉദ്ധവൻ പറയാണ് കേട്ടോ. അങ്ങ് ഭഗവാനോട് ചോദിക്കുകയാണ്. അനാദ്യന്തം, അതായത് ആദിയില്ല അന്തമില്ല, അനാദ്യനാണ് അല്ലേ. ആദ്യം ഭഗവാന് ജനനവും മരണവും ഒന്നുമില്ലല്ലോ, എപ്പോഴും ഉള്ളതാണ്. അതാണ് അനാദിയാണെന്ന് പറഞ്ഞത് അല്ലേ. അനാദ്യ അന്തം എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാത്തവനും അപാവൃതം മറയില്ലാത്തവനും സാക്ഷാൽ പരമം ബ്രഹ്മ, സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് അങ്ങ് ഭഗവാൻ. സർവേഷാം ഭാവാനാം, സകല വസ്തുക്കളുടെയും ത്രാണസ്ഥിത്യപ്യയോദ്ഭവഃ, അതായത് സൃഷ്ടി സ്ഥിതി സംഹാരത്തിനൊക്കെ കാരണമാണ്. ആ സർവാത്മകത്വത്തിനെ പറ്റി പറയാണ് കേട്ടോ ഇതിൽ. ആദ്യം എന്താ പറഞ്ഞ വെച്ചാൽ അങ്ങ് സകലത്തിൻ്റെയും സൃഷ്ടിക്ക് കാരണമാണ്. ഈ കാണുന്നത് മുഴുവൻ സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ്. അതിനെ പാലിക്കണതും അതെ, നശിപ്പിക്കണതും സൃഷ്ടിച്ച സംഹാരത്തിൻ്റെ കാരണമാണ്. അതേസമയം അങ്ങയ്ക്ക് ആദിമധ്യാന്തഹീനനാണ്. പിന്നെയോ ഒരു മറവുമില്ലാതെ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ പരബ്രഹ്മവും അങ്ങാണ് എന്ന് പറയണം. ബ്രഹ്മം തന്നെയാണ് അങ്ങെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉദ്ധവൻ ചോദിക്കണം. ത്വം ബ്രഹ്മ പരമം സാക്ഷാദനാദ്യന്തമപാവൃതം സർവേഷാമപി ഭാവാനാം ത്രണേസ്ഥിത്യപ്യയോദ്ഭവ, അല്ലേ. എല്ലാ പരബ്രഹ്മം തന്നെയാണ് അങ്ങ്. വേറെ ഒന്നും സർവകാര്യങ്ങളുടെയും സൃഷ്ടി, പാലനം, നാശം എല്ലാറ്റിനും കാരണമായിട്ടുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതാണ് പറഞ്ഞത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം. ഉച്ചാവചേഷു ഭൂതേഷു ദുർജ്ഞേയമകൃതാത്മഭി ഉപാസതേ ത്വം ഭഗവൻ യഥാ തഥ്യേന ബ്രാഹ്മണാഃ. ഭഗവൻ ബ്രാഹ്മണാഃ, ഹേ ഭഗവാനെ ബ്രഹ്മജ്ഞാനികൾ. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മജ്ഞാനികളെ, വേദമൊക്കെ അറിഞ്ഞിട്ട് ബ്രഹ്മജ്ഞാനമുള്ളവരെ. ഉച്ചാവചേഷു ഭൂതേഷു, ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനും. അകൃതാത്മഭി, നല്ല മനഃശുദ്ധി ഇല്ലാത്തവരാൽ ദുർജ്ഞേയം, അറിയാൻ സാധിക്കാത്തവനും. ത്വാം, അങ്ങയെ.
അങ്ങനെ നല്ല മനഃശുദ്ധി ഇല്ലാത്തവർക്ക് അറിയാൻ സാധിക്കാത്തതും ആയ അങ്ങയെ യഥാതഥ്യേന പരമാർത്ഥ രൂപമായി തന്നെ ഉപാസതയെ ഉപാസിക്കുന്നു. എന്താണ് ഇതിൽ പറയണമെന്ന് വെച്ചാൽ, ഈ ബ്രഹ്മജ്ഞാനികൾ മനസ്സ് ശുദ്ധമാകാത്ത സാധാരണക്കാരാൽ ഒരിക്കലും അറിയപ്പെടാൻ കഴിയാത്ത ഭഗവാനെ തന്നെ ഈ കാണുന്ന ഏറ്റവും ഉത്കൃഷ്ടവും ഏറ്റവും നികൃഷ്ടമായ സർവ്വപദാർത്ഥങ്ങളിലും വെച്ച് യഥാർത്ഥമായി ഉപാസിക്കുന്നു. അതാണ് പറയണത്. എന്താ വെച്ചിട്ടുണ്ടോ, വളരെ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്ക്. അതാണ് എന്താ പറയണ വെച്ചാൽ, അങ്ങ് എല്ലാ ദിക്കുന്ന അപ്പം ബ്രഹ്മജ്ഞാനികൾ, അതായത് ഉത്കൃഷ്ടമായിട്ടുള്ളതും നികൃഷ്ടമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയെ, എല്ലാറ്റിലും ഭഗവാനാണെന്ന് പറഞ്ഞല്ലോ. സർവം ബ്രഹ്മമയം എന്താ, ഉത്കൃഷ്ടമായിട്ടുള്ളതും നീചം, അതായത് ഉത്കൃഷ്ടമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ്. അങ്ങനെയുള്ള അങ്ങേ മനഃശുദ്ധി ഇല്ലാത്തവർക്ക് അറിയാനാവുകയില്ല. വേദജ്ഞന്മാരായിട്ടുള്ള ബ്രാഹ്മണര് അങ്ങേ എല്ലാറ്റിലും കണ്ട് ഉപാസിക്കുന്നു എന്ന്. ബ്രഹ്മജ്ഞാനികൾ അങ്ങയെ ഉത്കൃഷ്ടമായാലും നികൃഷ്ടമായാലും ഒക്കെ കണ്ട് ഉപാസിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ അങ്ങ് എല്ലാറ്റിലും ഉണ്ടെങ്കിലും മനഃശുദ്ധി ഇല്ലാത്തവർക്ക് പിന്നെ അങ്ങയെ അറിയാൻ പറ്റില്ല. ബ്രഹ്മജ്ഞാനികൾക്ക് ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങ് എല്ലാറ്റിലും ഉള്ള പോലെ തന്നെ സാധിക്കും അവർക്ക്. പക്ഷേ അത്ര ജ്ഞാനവും മനഃശുദ്ധിയൊന്നും ഇല്ലാത്തവർക്ക് അങ്ങയെ അങ്ങനെ ഉപാസിക്കാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റില്ല. അങ്ങയുടെ ആ സർവ്വവ്യാപിത്വവും നിയന്ത്രവും ആണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല, അത്ര അറിവിൽ ഈ മനഃശുദ്ധി ഇല്ലാത്തവർക്ക്. അതുകൊണ്ട് ഇനി ചോദിക്കാൻ പോവാട്ടോ. ഉച്ചാവചേഷു ഭൂതേഷു ദുർജേയമകൃതാത്മഭി ഉപാസതേ ത്വാം ഭഗവാൻ യഥാതഥ്യേന ബ്രാഹ്മണ. അതായത് പിന്നെ എന്താണ്, അശുദ്ധി ചിത്തം ശുദ്ധമല്ലെങ്കിൽ ഒരിക്കലും അറിയാൻ പറ്റാത്ത ഭഗവാനെ ഉത്കൃഷ്ടമായിട്ടുള്ളതും നികൃഷ്ടമായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളിലും ബ്രഹ്മജ്ഞാനികൾ കാണുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി 3 വിഭൂതികൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കണത് കേട്ടോ. യേഷു ച ഭാവേഷു ഭക്ത്യാ ത്വാം പരമർശയ ഉപാസീന പ്രപദ്യന്തേ സംസിദ്ധിം തദ്വദസ്വമേ. എന്നോട് പറഞ്ഞാലും എന്താ അറിയോ, യേഷു ഏതേത് ഭാവേഷു ച, ഏതൊക്കെ പദാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ വസ്തുക്കളിൽ, മനുഷ്യന്മാരിൽ അല്ലെങ്കിൽ ജീവികളിൽ, പരമർശയ പരമജ്ഞാനികൾ ഭക്തിയോടെ ത്വാം അങ്ങയെ ഉപാസിക്കുന്നവരായി, ത്വാം ഉപാസീനാഹ അങ്ങയെ ഉപാസിക്കുന്നവരായി, സംസിദ്ധിം സിദ്ധിയെ നല്ലപോലെ പ്രപദ്യന്തേ പ്രാപിക്കുന്നു, തദ് അതിനെ തേ വദസ്വ എനിക്ക് പറഞ്ഞു തന്നാലും. എന്താ പറയണ വെച്ചാൽ, വളരെ പിന്നെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള സാധകന്മാർ അല്ലെങ്കിൽ യോഗികൾ ഏതേത് ഭാവങ്ങളിൽ ഭഗവാനെ ഉപാസന ചെയ്ത് അവർ ബ്രഹ്മസാക്ഷാത്കാരം അവർക്ക് ലഭിക്കുന്നുവോ അതെനിക്ക് പറഞ്ഞു തരൂ. ഭഗവാന്റെ ഏതേത് രൂപങ്ങളെ, ഏതേത് ഭാവങ്ങളെയാണ് ബ്രഹ്മജ്ഞാനികൾ ഭജിച്ചിട്ട് അവർക്ക് മോക്ഷം കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ എനിക്ക് പറഞ്ഞു തരും. എന്നാൽ എനിക്കും അതന്നെ ചെയ്യാലോചിച്ചിട്ടാണ്. ഏതേത് വസ്തുക്കളിലാണ് അങ്ങ് പിന്നെ കൂടുതലും ഇതായിട്ട് വാഴണ, ആ ഏതേത് വസ്തുക്കളിൽ പിന്നെ ഇരിക്കുന്നവനായിട്ട് ഭക്തിയോടുകൂടി ഭജിച്ചാണ് വലിയ ഋഷിമാരെ അങ്ങയെ പ്രാപിക്കുന്നത്. ആ ഭാവങ്ങളൊക്കെ എനിക്ക് ഉപദേശിച്ചു തന്നാലും എന്നാണ് പറയണത്. ഏത് ഭാവങ്ങളാണ് അത് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് ആ ഭാവവും ആ രൂപമൊക്കെ ധ്യാനിക്കാമല്ലോ. വലിയ ഋഷിമാരൊക്കെ ഏതേത് ഭാവങ്ങളിൽ ഭഗവാനെ, അതായത് ബ്രഹ്മാണ് എല്ലാം എന്ന് വിചാരിച്ചിട്ടാണോ അതോ ഏതെങ്കിലും പ്രത്യേക ഭാവങ്ങളിലാണോ വലിയ മഹർഷിമാരെ അങ്ങേ ഭജിക്കണത്, അത് ഞങ്ങൾക്ക് പോലും പറഞ്ഞു തരൂ എന്ന് പറയണം. യേഷു ച ഭാവേഷു ഭക്ത്യാ ത്വം പരമർശയ ഉപാസീന പ്രപദ്യന്തേ സംസിദ്ധിം തദ്വദസ്വമേ. അവർ എന്നിട്ട് സിദ്ധി പ്രാപിക്കാൻ, മോക്ഷം ആത്മസാക്ഷാത്കാരം അവർക്ക് കിട്ടുന്നുണ്ടല്ലോ.
അത് ഏതേത് ഭാവങ്ങളിൽ അങ്ങയെ പൂജിച്ചിട്ടാണ് ആ ഭാവങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇനി 4 ഗൂഢശ്ചരസി ഭൂതാത്മാ ഭൂതാനാം ഭൂതഭാവന നത്വാം പശ്യന്തി ഭൂതാനി പശ്യന്തം മോഹിതാനി തേ. ഭൂതഭാവന ഭൂതങ്ങളെ ഭാവന പറഞ്ഞപ്പോൾ ഇവിടെ സൃഷ്ടിച്ച ആൾ, എല്ലാ ഭൂതങ്ങളെയും സൃഷ്ടി ചെയ്തവനെ, സൃഷ്ടികർത്താവെ അല്ലെങ്കിൽ സൃഷ്ടിച്ച കാരണമായവനെ. ഭൂതാത്മാ എല്ലാ പ്രാണികളിലും അന്തര്യാമിയായ അങ്ങ്. ഭൂതാനാം എല്ലാ സർവജീവജാലങ്ങളിലും ഗൂഢ ആർക്കും കാണാത്ത തരത്തിൽ മറഞ്ഞ് ചരതി ഇരിക്കുന്നു അല്ലെങ്കിൽ സഞ്ചരിക്കുന്നു. മോഹിതാനി അവരാൽ മോഹം പ്രാപിക്കപ്പെട്ട തേ ഭൂതാനി ആ പ്രാണികൾ, അവർക്ക് അറിയില്ല ഭഗവാനാണ് അവരുടെ ഉള്ളിലിരിക്കണമേ. അങ്ങനത്തെ പ്രാണികൾ പശ്യന്തം ത്വം എല്ലാറ്റിനെയും നോക്കുന്ന അങ്ങയെ ന പശ്യന്തി കാണുന്നില്ല. ശരിക്കും ആലോചിച്ച ഒരു ഇതാണ്, എന്താ അറിയോ, ഈ എല്ലാ സർവ്വജീവജാലങ്ങളുടെയും ആത്മാവായി ഭഗവാൻ മറഞ്ഞ് നമുക്ക് കാണിച്ചു തരാതെ, നമുക്ക് പിടിതരാതെ എല്ലാവരുടെ ഉള്ളിലും വാഴുന്നുണ്ട് അല്ലേ ഭഗവാൻ. അങ്ങനെ സർവസാക്ഷിയായിട്ടുള്ള അങ്ങയെ ഈ മായാമോഹിതരായിട്ടുള്ള ഈ ജീവികൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കണാണെങ്കിൽ പോലും ഈ ചിത്തശുദ്ധി വരാത്തവർക്കൊന്നും അങ്ങയുടെ സാന്നിധ്യം അനുഭവപ്പെടേ അങ്ങയെ കാണാനോ സാധിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, അവ്യക്തമായിട്ടാണ് അങ്ങ്, മറയോടുകൂടി. അതായത് അങ്ങയെ കാണാൻ പറ്റില്ല. എല്ലാവരുടെ സൃഷ്ടിക്കും കാരണഭൂതനായിട്ടുള്ള ഭഗവാനെ, സർവാന്തര്യാമിയായിട്ടുള്ള അങ്ങ് എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിലും പുറത്ത് കാണാതെ അവ്യക്തമായിട്ട് എപ്പോഴും ചരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചരിക്കുക എന്ന് പറഞ്ഞുല്ലോ, ചരിച്ചുകൊണ്ടിരിക്കണു. അല്ലെങ്കിൽ അങ്ങ് പിന്നെ അങ്ങയുടെ സാന്നിധ്യം എല്ലാ ജീവികളിലും എപ്പോഴും ഉണ്ട്. എന്നാൽ മായാമോഹിതരായിട്ടുള്ള ഈ പ്രാണികൾക്ക് എല്ലാം സാക്ഷിമാത്രമായിട്ട് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ അങ്ങോട്ട് കാണാൻ പറ്റില്ല. ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്, നമ്മളെല്ലാം അല്ലേ, സാക്ഷിയല്ലേ ഭഗവാൻ. അതല്ല വലിയ അത്ഭുതമല്ലേ. കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ സാക്ഷിയായിട്ട് നിന്ന്, സർവാന്തര്യാമിയായി നിന്ന് നമ്മളെ എപ്പോഴും കാണുകയും നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കുകയും ചെയ്യുന്ന ആ ഭഗവാന് നമ്മളെ കാണാം. പക്ഷേ നമുക്ക് ആ ശക്തിയെ കാണാനോ അനുഭവിക്കാനോ പറ്റുന്നില്ല. അത് നമ്മുടെ അജ്ഞാനം കൊണ്ടല്ലേ. അതാണ് വലിയ സങ്കടമാണെന്ന് പറയണത്. അതാണ് പറയണത്, ഈ സർവസാക്ഷിയായിട്ടുള്ള അങ്ങയെ ഈ മായാമോഹിതരായിട്ടുള്ള ജീവികൾക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല. ഭഗവാനാണെച്ചാലോ എപ്പോഴും നമ്മുടെ കൂടെ അടുത്ത ഉള്ളിലും പുറത്തും എല്ലാ ദിക്കിലും ഇരിക്കണു, നമുക്ക് കാണാനും പറ്റുന്നില്ല. അതാണ് 4 പറഞ്ഞത്. ഇനി നമുക്ക് 4 വായിച്ച 5 ഇല്ല. ഗൂഢശ്ചരസി ഭൂതാത്മാ ഭൂതാനാം ഭൂതഭാവന നത്വാം പശ്യന്തി ഭൂതാനി പശ്യന്തം മോഹിതാനിതേ. എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ്, എല്ലാവരുടെയും ചൈതന്യമാണ്. പക്ഷെ നമുക്ക് കാണുന്നില്ല അല്ലേ. അതായത് ജ്ഞാനം ഉദിക്കാത്തവർക്ക് കാണില്ലെന്ന്. യാഹ കാശ്ച ഭൂമൗ ദിവി വൈരസായാം വിഭൂതയോ ദിക്ഷു മഹാവിഭൂതേ തേ മഹ്യമാഖ്യാഹ്യനുഭാവിതാസ്തേ നമാമി തേ തീർത്ഥപദാഘ്രിപത്മം. എന്താണ് 5 പറഞ്ഞത്? മഹാവിഭൂതേ, ഭഗവാനെ സംബോധന ചെയ്യണം. മഹാച്ച എന്താ? അതായത് അങ്ങേയറ്റം ഐശ്വര്യത്തോടു കൂടിയവനെ, ഇതിലധികം ഐശ്വര്യം ആർക്കുമില്ല. ഭൂമേ പിന്നെ എന്താണ്, ഭൂമൗ ദിവി രസായാം, അതായത് ഭൂമൗ ഭൂമിയിലും ദിവി സ്വർഗത്തിലും രസായാം അതായത് പിന്നെ എന്താണ് അധോലോകങ്ങളിലും രസാതലത്തിൽ ദിക്ഷു 4 ദിക്കുകളിലും 10 ദിക്കുകളിലും തേ അനു അവരുടെ വിശേഷ ശക്തികളോട്, അതായത് സ്വന്തം വിശേഷ ശക്തികളോട് ഭാവിത തേ അനുഭാവിത സ്വന്തം വിശേഷ ശക്തികളോട് കൂടിയ
യാ കാ ച, യാ കാ ച, ഏതുപോലെ വിഭൂതയാ വിഭൂതികൾ ഉണ്ടോ, താ അവ മഹ്യം എനിക്ക് ആഖ്യാഹി പറഞ്ഞു തന്നാലും അല്ലെങ്കിൽ ഉപദേശിച്ചാലും, തേ തീർത്ഥപദാംഘ്രിപത്മം, അതായത് ഗംഗാതീർത്ഥങ്ങൾക്ക് പോലും ഉറവിടമായ അങ്ങയുടെ പാദങ്ങളെ, തൃപ്പാദങ്ങളെ നമാമി, നമസ്കരിക്കുന്നു. എന്താണ് ഈ പിന്നെ പിന്നെ ഉദ്ധവൻ പറയണ വെച്ചാൽ, എല്ലാ ദിക്കിലും, അതായത് ഭൂമിയിലും സ്വർഗത്തിലും പിന്നെ അധോലോകങ്ങളിലും എല്ലാ ദിക്കിലും അങ്ങയുടെ പ്രഭാവം കൊണ്ട് ആണ് എല്ലാ ദിക്കും പ്രഭാപൂരമായി നിൽക്കുന്ന, അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ് എല്ലാ ദിക്കിലും എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഉള്ള അങ്ങയുടെ വിഭൂതികൾ, അതായത് അങ്ങയുടെ രൂപങ്ങളും ശക്തികളും എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ എനിക്ക് ഉപദേശിച്ചു തരണം. ഞാൻ അതിനായിട്ട് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്നാണ് എന്താണ് പറയണത് പിന്നെ ഉദ്ധവൻ. അതായത് അങ്ങേയറ്റം ഐശ്വര്യത്തെ, എല്ലാ വിഭൂതികളുടെയും ഉറവിടമായ ഹേ ഭഗവാനെ, ഭൂമിയിലും സ്വർഗത്തിലും പിന്നെ രസാതലത്തിലും, അതായത് അധോലോകത്തിലും 10 ദിക്കുകളിലും എല്ലാം വിഭൂതികൾ അവിടേക്കുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അത് എല്ലാ ദിക്കിലും ഭഗവാന്റെ വിഭൂതി മാത്രമേ ഉള്ളൂ എന്നറിയാം. പക്ഷേ അങ്ങനെ അങ്ങയുടെ വിഭൂതികൾ കുറച്ചധികം അനുഭവപ്പെടുന്ന ദിവ്യമായിട്ടുള്ള വിഭൂതികളെയൊക്കെ എനിക്ക് പറഞ്ഞു തരൂ. അങ്ങനെ ഞാൻ അത് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എല്ലാ തീർത്ഥങ്ങളുടെയും ഉറവിടമായ അങ്ങയുടെ ഞാൻ പാദപത്മങ്ങളെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ചോദിക്കണം. അപ്പം ഭഗവാൻ അതിന് ഉത്തരഞ്ഞ് പറയും. അതായത് ഞാൻ അവിടുത്തെ പാതാരബിന്ദങ്ങളെ ഇതാ കുമ്പിടുന്നു. എല്ലാ ദിക്കുകളിലും അങ്ങയുടെ പ്രഭാവം കൊണ്ട് പ്രഭാവിതങ്ങളാണ് എല്ലാ ദിക്കുകളും. അതെന്തെല്ലാം വിഭൂതികളാണ് അങ്ങയ്ക്കുള്ളത്, അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ ഇനി ഭഗവാന്റെ ഉത്തരാണ് ഒരു ശ്ലോകം ചെയ്യാൻ പറ്റിയിരിക്കും നമുക്ക്. ശ്രീ ഭഗവാൻ വാച, അല്ല അത് വായിച്ചില്ല. യാ കാശ്ചഭൂമോ ദിവി വൈരസായാം വിഭൂതയോ ദിക്ഷു മഹാവിഭൂതേ തേ മഹ്യമാഖ്യാഹ്യനുഭാവിതാസ്തേ നമാമി തേ തീർത്ഥപദാംഘ്രിപത്മം. ശ്രീ ഭഗവാൻ വാച, ഏവമേതദഹം പൃഷ്ട പ്രശ്നം പ്രശ്നവിദം വരാ യുയുൽസുന വിനശനേ സപത്നൈരർജുനേന വൈ. അപ്പോൾ ഭഗവാൻ പറയാണ്, പ്രശനവിദാം വരാ, ഇങ്ങനെ ചോദ്യം എന്നോട് ചോദിച്ചുല്ലോ. അപ്പോൾ ഹേ ശ്രേഷ്ഠനായിട്ടുള്ള ഉദ്ധവ, ചോദ്യം ചോദിക്കുന്ന ശ്രേഷ്ഠനായ ഉദ്ധവ എന്ന് പറയാം. പ്രശ്നവിദാം എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ അത് ചോദ്യം ചോദിക്കാൻ തന്നെ ഒരു അറിവ് വേണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ തന്നെ അറിവ് വേണ്ടേ? അപ്പോൾ അത്ര അറിവുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അറിവുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഉദ്ധവ, ഏവം ഇങ്ങനെ വിനശനെ, അതായത് കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിന് സപത്നൈ ശത്രുക്കളോട് യുയുൽസുന യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച അർജുനേന, അതായത് പിന്നെ മഹാഭാരത യുദ്ധത്തിൻ്റെ സമയത്ത് അർജുനേന ഏതത്, ഈ ചോദ്യം പ്രശ്നം, ഈ ചോദ്യം തന്നെ ഏതത് പ്രശ്നം ഇതേ ചോദ്യം തന്നെ അഹം പൃഷ്ടഃ വൈ, ഞാൻ ചോദിക്കപ്പെട്ടു. മീൻസ് അർജുനൻ ഇപ്പം അങ്ങ് ചോദിച്ചില്ലേ, ഇതേ ചോദ്യമാണ് കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചെത്തിയ അർജുനൻ എന്നോട് അങ്ങ് ഇപ്പം ചോദിച്ച അതേ ചോദ്യം എന്നോട് ചോദിച്ചു. എന്തൊക്കെയാണ് അങ്ങയുടെ വിഭൂതികൾ, അങ്ങയുടെ രൂപങ്ങൾ, ഭാവങ്ങൾ, എന്തിനേയും നോക്കിയാണ് ഞാൻ ആരാധിക്കേണ്ടത്, ഇതന്നെ ചോദിച്ചു എന്നോട്. അപ്പോൾ ഇനി അത് പറയാം ഭഗവാൻ. അതായത് പിന്നെ അർജുനനും ഇതേ ചോദ്യം ചോദിച്ചു. അപ്പം ഞാൻ അത് പറഞ്ഞ തന്നെ ഞാനിപ്പോൾ പറയാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം സമയത്ത് 24 ഒന്നും കൂടി ചെയ്യാം. പിന്നെ ഏവമേത ശ്രീ ഭഗവാൻ ഉവാച, ഏവമേതദഹം പൃഷ്ട പ്രശ്നം പ്രശ്നവിദാം വരാ യുയുൽസുന വിനശനെ സപത്നൈരർജുനേന വൈ ജ്ഞാത്വാ ജ്ഞാതിവധം ഗർഹ്യമധർമ്മം രാജ്യഹേതുകം തതോ നിവൃത്തോ ഹന്താഹം ഹതോയമിതി ലൗകികഃ. എന്താണ്? അഹം ഹന്ത, ഞാൻ കൊല്ലുന്നവൻ,
അയം ഹത, ഇവൻ കൊല്ലപ്പെടുന്നവൻ, ഇതി എന്ന് ലൗകിക, അതായത് സാധാരണ ബുദ്ധിയോടുകൂടിയവൻ, പ്രാകൃതമായിട്ടുള്ളൊരു ബുദ്ധിയായിട്ട് അർജുനൻ ഞാനാണ് കൊല്ലണ, ഇയാളാണ് കൊല്ലപ്പെടണ എന്നൊക്കെ ഒരറിവില്ലാത്ത ആളാണ് ഒക്കെ ചിന്തിക്കുക. അതായത് കർത്തൃത്വവും ഭോക്തൃത്വമൊക്കെ ഇത്രയധികം തോന്നണമെങ്കിൽ അജ്ഞാനാണല്ലോ. അപ്പം അങ്ങനെ പ്രാകൃതമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ടുള്ള അർജുനൻ രാജ്യഹേതും, രാജ്യത്തിൻ്റെ ലഭിക്കാനായിട്ടുണ്ടായ ജ്ഞാതിവധം, ബന്ധുക്കളുടെ വധത്തിനെ അധർമ്മമാണെന്ന് ഗർഹ്യം അങ്ങനെ തോന്നി അല്ലേ. ഈ രാജ്യം കിട്ടാൻ വേണ്ടി എൻ്റെ ഈ ബന്ധുക്കളെ മുഴുവൻ വധിക്കുന്നത് അധർമ്മമല്ലേന്ന് തോന്നിയല്ലോ. അതുകൊണ്ടാണല്ലോ ജ്ഞാത്വ അങ്ങനെ വിചാരിച്ച്, അത് നിന്ദ്യമാണ് എന്ന് വിചാരിച്ച്, അങ്ങനെ ചെയ്യുന്നത് അധർമ്മമാണെന്ന് വിചാരിച്ച് തഥാ ആ യുദ്ധത്തിൽ നിന്ന് നിവൃത്ത, പിൻവലിച്ചു. അങ്ങനെയാണല്ലോ ഉണ്ടായതല്ലേ. ഞാൻ യുദ്ധം ചെയ്യില്ല പറഞ്ഞല്ലോ അർജുനൻ, ഒക്കെ നമുക്കറിയാലോ. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് പിന്നെ രാജ്യം കിട്ടിയിട്ട്, അങ്ങനെ രാജ്യത്തിന് വേണ്ടിയിട്ട് ബന്ധുക്കളെയൊക്കെ കൊല്ലണ തന്നെ അധർമ്മവും വളരെ നിന്ദ്യവുമായിട്ടുള്ള കർമ്മമാണെന്ന് കരുതിയിട്ട് ഞാനാണ് കൊല്ലണ, എൻ്റെ ബന്ധുക്കളാണ് കൊല്ലപ്പെടണ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കർത്തൃത്വവും ഭോക്തൃത്വമൊക്കെ അങ്ങേയറ്റം ഉള്ളിലുണ്ടായിട്ട് പ്രാകൃത ബുദ്ധിയായിട്ട്, വേണ്ടത്ര അജ്ഞാനിയായിട്ടെന്നർത്ഥം, പ്രാകൃത ബുദ്ധിയോട് കൂട്ടി ചെന്ന അജ്ഞാനിയായിട്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ്, എന്നോട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. അതുണ്ടായതാണല്ലോ. എനിക്കിങ്ങനെ ബന്ധുക്കളെ കൊന്നിട്ടുള്ള രാജ്യമൊന്നും വേണ്ട, എത്ര പാപമാണ് ഞാനിങ്ങനെ ബന്ധുക്കളെ കൊല്ലണത്, അതുകൊണ്ട് യുദ്ധത്തിന് റെഡിയായിട്ട് വന്ന ആളാ, എല്ലാം തീർച്ചയാക്കി യുദ്ധത്തിന് റെഡിയായി വന്ന ആളൊക്കെ ആ യുദ്ധം ചെയ്യാറാകുമ്പോൾ സ്വന്തം ബന്ധുക്കളെ കൊല്ലണതൊക്കെ പാപമാണ്, ഞാൻ കൊല്ലണു, അവർ കൊല്ലപ്പെടുന്നു, അങ്ങനെ അജ്ഞാനം കൊണ്ട് തോന്നുകയാണ്. അപ്പോൾ അജ്ഞാനിയായിട്ടുള്ള ഈ അർജുനൻ ഈ ചോദ്യം ചോദിക്കണതിൻ്റെ മുമ്പേ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ആയുധം വെച്ച് അവിടെ ഇരുന്നു. അതൊക്കെ പാപമാണ്, നിന്ദ്യകർമ്മമാണ്, ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണതെന്ന് പറഞ്ഞിരുന്നു. യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താട്ടോ. അവിടെ ജ്ഞാത്വാ ജ്ഞാതിവധം ഗർഹ്യം അധർമ്മം രാജ്യഹേതുകം തതോ നിവൃത്തോ ഹന്താഹം ഹതോയമിതി ലൗകികനെ പോലെ മീൻസ് എന്താ, ജ്ഞാനം അജ്ഞാനിയെപ്പോലെ അങ്ങനെ പറഞ്ഞു, യുദ്ധത്തിൽ നിന്ന് വിരമിച്ചു എന്ന് പറഞ്ഞ് നമുക്കിന്ന് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.